അപ്പോൾ ഒരു കിടിലൻ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് വളരെ ചെറിയ കുറച്ച് സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കിയാൽ മതി. ഞാനിവിടെ ഒരു 3 പേർക്കുള്ളതായതുകൊണ്ടാണ് ക്വാണ്ടിറ്റി അത്രയും കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടുന്ന റെഡ് ചില്ലിയോ ഗ്രീൻ ചില്ലിയോ ആണ്. എൻ്റെ കയ്യിൽ റെഡ് ചില്ലി ഉണ്ടായതുകൊണ്ട് ഞാൻ അതിട്ട്. പിന്നെ കുറച്ച് ഇഞ്ചി അത് കുനുകുനാ അരിഞ്ഞ് കൊടുക്കണം. പിന്നെ വേണ്ടുന്ന മെയിൻ സാധനമാണ് ഓണിയൻ ലീഫ്, ലീഫി ഓണിയൻ എന്നൊക്കെ പറയും. ഇത് ശരിക്കും സൂപ്പിൻ്റെ ടേസ്റ്റ്, ഏത് സൂപ്പായാലും അതിൻ്റെ ടേസ്റ്റ് കൂട്ടും. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ. പതിവ് പോലെ ചട്ടിയൊക്കെ വെക്കുക, എണ്ണ ഒഴിക്കുമ്പോൾ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ അത്രയും നല്ലത്. ശരിക്കും ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അനുസരണം, എനിക്ക് മുട്ട കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഞാൻ 2 എടുത്തു. ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഓരോ വെജിറ്റബിൾസും 1 by 1 ആഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ക്യാരറ്റ്, പിന്നെ പച്ചമുളക്, അത് കഴിഞ്ഞിട്ട് അവസാനം വേണം നമ്മുടെ ഓണിയൻ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാൻ. എല്ലാം കൂടെ ഒരുമിച്ച് തട്ടുന്നതിനേക്കാളും ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇത് കംപ്ലീറ്റ്ലി ഹെൽത്തി ഫുഡാണ്. ആർക്ക് വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. സമയം കൊണ്ട് നമ്മുടെ മെയിൻ സാധനമായ കോയിനെ ഞാൻ അടുപ്പത്തിട്ട് കുക്കറിലാണ് ഞാൻ ചിക്കൻ വേവിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് കുരുമുളകും വെള്ളവും ഉപ്പും ചിക്കൻ ഇടുക. ഞാൻ 2 പീസ് ഇട്ടിട്ടുള്ളൂ. കാര്യം അതിൻ്റെ ആവശ്യമുള്ളൂ. 3 പേർക്ക് വേണ്ടി 2-3 പേർക്ക് വേണ്ടി ചെറുതായിട്ട് ഉണ്ടാക്കിയതാണ്. അത്രയും ക്രേവിങ്സ് അടിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസിൽ കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ചിക്കൻ്റെ വെള്ളമോടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടണം. വെള്ളമാണ് മെയിൻ സാധനം. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കുറച്ച് പിഞ്ച് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഒരുപാട് ചെറുതായി പോലും പിഞ്ച് ചെയ്യുമ്പം ഈ ഒരു സൈസിൽ ഒരു സ്റ്റിക്ക് മാതിരി കിട്ടുന്ന പോലത്തെ ഷേപ്പിലാണെങ്കിൽ അത്രയും അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ അത് നല്ല മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്വല്പം ചെറിയ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് വിനാഗിരി ഇട്ട് കൊടുക്കുക. ചില കളർ ഡിഫറൻസ് വേണമെങ്കിൽ എഗ് വൈറ്റ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഫോർ റെഡ് കളർ, അല്ലെങ്കിൽ ഫുൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു യെല്ലോയിഷ് ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും. ബട്ട് ടേസ്റ്റ് എന്തായാലും സെയിം ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഫുള്ള് എഗ്ഗ് യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു യെല്ലോയിഷ് ക്രീമി കളറായിട്ട് വന്നത്. നമ്മൾ ആ എഗ് വൈറ്റ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റെഡിഷ്, ആ സോയാ സോസിൻ്റെ കളറായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ടേസ്റ്റ് എന്ത് ചെയ്താലും ടേസ്റ്റ് സൂപ്പറാണ്, സെയിം ആണ്. നമ്മൾക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് കുറുകിയ തിക്ക് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പായ മല്ലിയില വിതറി കൊടുക്കുക. എന്നിട്ടൊരു ജസ്റ്റ് ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പം എല്ലാം റെഡിയായി, സെറ്റായി, റെഡി ടു ഈറ്റായി. പിന്നെ ലാസ്റ്റ് ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്കിത് കുക്ക് ചെയ്യുന്ന നേരത്തെ അവസാനം വേണമെങ്കിലും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, അക്കോർഡിംഗ് ടു യുവർ ടേസ്റ്റ്. നിങ്ങളുടെ സ്പൈസ് ടോളറൻസും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സെർവ് ചെയ്ത് കഴിഞ്ഞ് ബൗളിലിരിക്കുമ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും എനിക്ക് ഭയങ്കര സ്പൈസ് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ സെപ്പറേറ്റ് കഴിക്കാൻ നേരത്തും എനിക്കിഷ്ടമുള്ള രീതിയിൽ എൻ്റെ അനുസരിച്ചിട്ടുള്ള കണക്കിൽ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു കുരുമുളക് പൊടി. അപ്പോൾ അത്രയേ ഉള്ളൂ, റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടോട് തന്നെ കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.